പൂർവാഞ്ചലിലെ ജനങ്ങളെ അപമാനിച്ചു എന്നാരോപിച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പൂർവാഞ്ചലിലെ ജനങ്ങളെ അപമാനിച്ചു എന്നാരോപിച്ചാണ് ബിജെപി ശക്തമായ ഒരു പ്രതിഷേധം ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇന്ന് സംഘടിപ്പിച്ചത്. 100-ലധികം വരുന്ന പ്രവർത്തകരാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഇന്ന് മാർച്ചുമായി എത്തിയത്. 2 നിരകളിലായി ഡൽഹി പോലീസ് ബാരിക്കേഡുകൾ ഒരുക്കിയിരുന്നു. അതിന്റെ ആദ്യ നിര ബാരിക്കേഡുകൾ പ്രവർത്തകർ തകർത്തുകൊണ്ടത് മറിച്ചിട്ടാണ് പ്രവർത്തകർ 2ാം നിര ബാരിക്കേഡ് നിരത്തിയിരുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ പോലീസും പ്രവർത്തകരുമായി ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് യുവമോർച്ചയുടെ ഡൽഹിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അർജുനാണ്. ഈ പൂർവാഞ്ചൽ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളെ കേജ്രിവാൾ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഫേക്ക് വോട്ടേഴ്സ് എന്നാണ്. ഡൽഹിയുടെ ഭൂരിഭാഗത്തും അല്ലെങ്കിൽ ഡൽഹിയിലെ ഭൂരിപക്ഷം ഉള്ള ഒരു ജനവിഭാഗമാണ് പൂർവാഞ്ചൽ എന്നുള്ള ആൾക്കാർ. അത് നമുക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കേജ്രിവാൾ നടത്താൻ പറ്റില്ല. ഡൽഹിയിൽ ആര് താമസിക്കണം, ആര് താമസിക്കേണ്ട, ആര് വോട്ട് ചെയ്യണം, ആര് വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കേജ്രിവാളിനല്ല. കേജ്രിവാളിന്റെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ ബി.ജെ.പി. ശക്തമായി എതിർക്കും. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാവും. കേജ്രിവാൾ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് മുന്നേ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേജ്രിവാളിന് ഡൽഹിയിൽ നിന്നുള്ള CM-ന്റെ കസേര ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇപ്പം കേജ്രിവാൾ ഇന്ന് നടത്തിയിരിക്കുന്നത്. അതിനുള്ള ഉത്തമ മറുപടി ഡൽഹിയിലുള്ള ജനങ്ങൾ, പൂർവാഞ്ചൽ വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ ഇലക്ഷനിൽ കേജ്രിവാളിന് കൊടുക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വരുന്ന ദിവസങ്ങളിലും പൂർവാഞ്ചൽ വിഷയം ഉയർത്തി പ്രചരണം, ആം ആദ്മിക്കെതിരെ പ്രചരണം സംഘടിപ്പിക്കാൻ തന്നെയാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. സമീപകാലത്തില്ലാത്ത ഒരു വലിയ പ്രതിഷേധമാണ് കാണാൻ കഴിഞ്ഞത്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ക്യാമറമാൻ ജോഗേഷ് കുമാറിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി.